നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബജറ്റ്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. അപകടത്തിൽപ്പെട്ടവർക്ക് ആദ്യ 5 ദിവസം സൗജന്യ ചികിത്സയടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലുമായിരിക്കും ഈ സൗകര്യം ഉണ്ടാവുക. സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ് ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ ആനുകൂല്യങ്ങളോടെ ഫെബ്രുവരി 1 മുതൽ നടപ്പാക്കും. തൊഴിലുറപ്പ് പദ്ധതിക്കായി 1000 കോടിയും വകയിരുത്തി. കേരളിന് പകരമായി RRTS അതിവേഗ റെയിൽ പാതയും ബജറ്റിൽ ഇടം പിടിച്ചു. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 100 കോടി വകയിരുത്തി. MC റോഡ് വികസനത്തിന് 5217 കോടി കിഫ്ബിയിൽ നിന്ന് വകയിരുത്തി. 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു. വർഷം 15 കോടി ഇതിനായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത്. ഈ തുക ബജറ്റിൽ വകയിരുത്തുകയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. 3 പതിറ്റാണ്ടിലേറെയായി ഫയലുകളിൽ വിശ്രമിച്ചിരുന്ന ഗുരുവായൂർ തിരുനാവായ റെയിൽവേ പാതയ്ക്ക് ഒടുവിൽ ശാപമോക്ഷം. പദ്ധതി മരവിപ്പിച്ച് 2019 പുറപ്പെടുവിച്ച ഉത്തരവ് റെയിൽവേ ബോർഡ് ഔദ്യോഗികമായി റദ്ദാക്കി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായത്. ഉത്തരവിന്റെ പകർപ്പ് അദ്ദേഹം തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളിൽ നിന്ന് 10,000-കണക്കിന് നിവേദനങ്ങൾ ലഭിച്ചിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഈ തീരുമാനമുണ്ടായത് പദ്ധതിക്ക് വലിയ ഊർജ്ജമാകും. പദ്ധതിക്ക് തറക്കല്ലിട്ടിട്ട് 3 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇതുവരെ വെളിച്ചം കണ്ടിരുന്നില്ല. മുൻ ബജറ്റുകളിൽ പാതയ്ക്കായി 45 കോടി രൂപ വകയിരുത്തിയിരുന്നുവെങ്കിലും 2019 മരവിപ്പിക്കൽ ഉത്തരവ് നിലനിന്നിരുന്നതിനാൽ 1 രൂപ പോലും ചെലവാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഉത്തരവ് റദ്ദാക്കിയതോടെ ഈ തുക ഇനി നിർമ്മാണത്തിനായി ഉപയോഗിക്കാം. ഏകദേശം 35 കിലോമീറ്റർ ദൂരമാണ് പദ്ധതിക്കായി കണക്കാക്കിയിരുന്നത്. പുതിയ സർവേ പ്രകാരം ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ മന്ദതയും സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് 2019 റെയിൽവേ പദ്ധതി നിർത്തിവച്ചത്. ഗുരുവായൂർ തിരുനാവായ പാത യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലെ റെയിൽവേ യാത്രകളിൽ വലിയ മാറ്റമുണ്ടാകും. കൊച്ചി ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനുകൾക്ക് ഷൊർണൂർ പോകാതെ തന്നെ നേരിട്ട് മലബാർ മേഖലയിലേക്ക് പ്രവേശിക്കാനും ദൂരം കുറയ്ക്കാനും ഇത് സഹായിക്കും. മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന V. ബലറാമിന്റെ പേരിൽ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള സ്മൃതി പുരസ്കാരത്തിന് മാത്യു കുഴൽനാടൻ MLAയെ തെരഞ്ഞെടുത്തതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ബലകവും അടങ്ങിയതാണ് പുരസ്കാരം. ശനിയാഴ്ച രാവിലെ 10 ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന V. ബലറാം അനുസ്മരണ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പുരസ്കാരം സമ്മാനിക്കും. നേതാക്കളായ ജോസഫ് ടാജറ്റ്, MP വിൻസെന്റ്, TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ട്രസ്റ്റ് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, PV ബദ്രുദ്ദീൻ, ശിവൻ പാലിയത്ത, VK ജയരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ C. ഉണ്ണിരാജയുടെ 31ാം ചരമവാർഷിക ദിനം CPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. C. ഉണ്ണിരാജയുടെ ജന്മഗൃഹമായ ചുറ്റന്നൂർ കോവിലകം അങ്കണത്തിലാണ് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നത്. മാർക്സിയൻ ആശയപ്രചാരണ രംഗത്തും മാധ്യമപ്രവർത്തന രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നൽകിവരുന്ന മികച്ച സംഭാവനകൾ പരിഗണിച്ച് ഇത്തവണത്തെ C. ഉണ്ണിരാജ സ്മൃതി പുരസ്കാരം ജനയുഗം എഡിറ്ററും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ രാജാജി മാത്യു തോമസിനെ സമ്മാനിച്ചു. മുതിർന്ന CPI നേതാവും മുൻ MPയുമായ CN ജയദേവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പ്രശസ്തി പത്രവും ഫലകവും 10,001 രൂപയുമാണ് അവാർഡ്. ചടങ്ങിൽ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ M. ഗോകുലിനെ C. ഉണ്ണിരാജയുടെ പേരിലുള്ള ക്യാഷ് അവാർഡ് നൽകി. അനുസ്മരണ സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KG ശിവനന്ദൻ ഉദ്ഘാടനം ചെയ്തു. KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി EM സതീശൻ, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലത്ത്, K. രഞ്ജൻ മാത്യു, ഷീന പറയങ്ങാട്ടി, KP സന്ദീപ്, CV ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം അന്നൂർ റോഡിൽ CPI മണ്ഡലം കമ്മിറ്റി വാങ്ങിയ സ്ഥലത്ത് C. ഉണ്ണിരാജ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് CPI നേതൃത്വം അറിയിച്ചു. നമ്മുടെ രാജ്യത്തെ സാധാരണ പ്രവർത്തകർക്കും ജനങ്ങൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ എത്തിച്ചു നൽകുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം പൂർണ്ണമായും ഒഴിഞ്ഞുവെച്ച ഒരു സ്ഥലം. ഒരു സ്ഥാനമാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടില്ല. പാർട്ടിയിലെ നാഷണൽ എക്സിക്യൂട്ടീവൊക്കെ ആയിട്ടുണ്ടാകാം. പക്ഷേ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൻ്റെയോ
മറ്റ് ഭരണസമിതികളുടെയോ നിയമസഭാ അംഗമായോ പാർലമെൻറ്റ് അംഗമായോ ഒന്നും പ്രവർത്തിക്കാതെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ആയി ജനങ്ങൾ അംഗീകരിച്ചയാളാണ്. ചരിത്രപ്രസിദ്ധമായ മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. ബുധനാഴ്ച രാവിലെ പ്രചോദിയുടെ ആദ്യ കാഴ്ചയോടെയാണ് 2 ദിവസങ്ങളിലായി ആഘോഷിക്കുന്ന മണത്തല ചന്ദനക്കുടം നേർച്ചയ്ക്ക് തുടക്കമായത്. നേർച്ചയുടെ പ്രധാന ദിവസമായ വ്യാഴാഴ്ച താബൂത്ത് കാഴ്ച മണത്തല സിംഗർ ലൈൻ ഒലീത് നഗറിൽ നിന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ചു. ഹൈദ്രോസ് കുട്ടി മൂപ്പരെ രാജകീയ ബഹുമതികളോടെ ഖബറടക്കിയതിന്റെ ഓർമ്മയുണർത്തുന്ന താബൂത്ത് കാഴ്ച നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് 12-ന് ആന, വാദ്യമേളങ്ങൾ, മുട്ടുവിളി എന്നിവയുടെ അകമ്പടിയോടെ ജാറത്തിലെത്തി. പുത്തൻ കടപ്പുറം, ബ്ലാങ്ങാട്, ചാവക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കൊടികയറ്റ കാഴ്ചകളും ജാറത്തിലെത്തി കൊടികയറ്റം നിർവഹിച്ചു. വൈകിട്ട് 6-ന് നാട്ടുകാഴ്ചകളും എത്തും. ക്ലബ്ബുകൾ, സംഘടനകൾ എന്നിവയുടെ കാഴ്ചകൾ കൂടാതെ കൊടിക്കയറ്റ കാഴ്ച, നാട്ടുകാഴ്ച, താബൂത്ത് കാഴ്ച ഉൾപ്പെടെ 20ഓളം കാഴ്ചകൾ ഇന്ന് ജാറത്തിലെത്തും. പുലർച്ചെ 5 മണിയോടെ നേർച്ചയ്ക്ക് സമാപനമാകും. ഗുരുവായൂർ തിരുവേങ്കിടം താണിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വെള്ളിയാഴ്ച ആഘോഷിക്കും. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിന് ശേഷം അഭിഷേകം, അലങ്കാരം, ഗണപതി ഹോമം, കേളി, അഷ്ടപതി എന്നിവയുണ്ടാകും. രാവിലെ 8 മുതൽ പായസം വെച്ച് സമർപ്പണം, നാഗപ്പാട്ട്, നാഗപൂജ എന്നിവയും നടക്കും. ഉച്ചയ്ക്ക് 1 മണി മുതൽ ചാലിശ്ശേരി സുന്ദരൻ നായരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കൽ പറയും. വൈകിട്ട് 5-ന് നാട്ടുപൂരങ്ങളുടെ വരവുമാണ്. വൈകിട്ട് ദീപാരാധന, കേളി, പഞ്ചതായമ്പക, നടപ്പുരമേളം എന്നിവയുണ്ടാകും. രാത്രിയിൽ വിഷ്ണുമായക്കളം, എഴുന്നള്ളിപ്പ്, താലം വരവ് എന്നിവയ്ക്ക് ശേഷം ശനിയാഴ്ച രാവിലെ 7 മണിയോടെ നടയടയ്ക്കും. ഭാരവാഹികളായ PS പ്രസാദ്, KT ബാലൻ, KP കരുണാകരൻ, രാധാകൃഷ്ണൻ കാക്കശ്ശേരി, TL ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ 3 നോമ്പാചരണം നടന്നു. ബുധനാഴ്ച വൈകിട്ട് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബിന്റെ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും സ്ലീബ വണക്കവും ആശീർവാദവും ഉണ്ടായി. തുടർന്ന് വിശ്വാസികൾ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളുടെ ആശീർവാദത്തിന് ശേഷം കറിനേർച്ചയും ഭക്ഷണ വിതരണവും ഉണ്ടായി. വ്യാഴാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയോടെ 3 നോമ്പാചരണത്തിന് സമാപനമായി. പള്ളി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ വെള്ളി, ശനി ദിവസങ്ങളിലായി ആഘോഷിക്കും. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും തിരുനാളാണ് ആഘോഷിക്കുന്നത്. കൊടിയേറ്റ് മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് തിരുനാൾ ഒരുക്കി ദിവ്യബലി അർപ്പണമുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 6:30 വികാരി ഫാദർ ആൻഡോ ഉല്ലൂക്കാരൻ കാർമ്മികരായി ലതീന നൊവേന ദിവ്യബലി എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും കുടുംബക്കൂട്ടായ്മകളിലേക്കുള്ള അമ്പുവെഞ്ചിരിപ്പും നടക്കും. തിരുനാൾ ദിവസമായ ശനിയാഴ്ച രാവിലെ 6:30 ഇടവകാംഗം ഫാദർ ജിജോ കുറ്റിക്കാട്ട് കാർമ്മികനായി ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടാകും. ബംഗളൂരു വിദ്യാവനമാശ്രമം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷൈജോ പാറമേൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നിൽ തിരുനാൾ സന്ദേശം നൽകും. പാട്ടുകുർബാനയെ തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആൻഡോ ഉല്ലൂക്കാരൻ, കൈക്കാരന്മാരായ EA തോമസ്, TJ സാബു, AA ബിജു, ജനറൽ കൺവീനർ ജിംപോൾ മാസ്റ്റർ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. വെള്ളാറ്റഞ്ഞൂർ ശ്രീ കൂട്ടുമൂച്ചിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന്റെ ഭാഗമായ പറയെടുപ്പ് സമാപിച്ചു. വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, വെങ്ങിലശ്ശേരി, പുലിയന്നൂർ ദേശങ്ങളിലാണ് പറയെടുപ്പ് നടന്നത്. നടക്കൽ പറയ്ക്കും ദേശപ്പറയ്ക്കും കോമരം വിശ്വനാഥൻ തയ്യൂർ കാർമ്മികനായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2-ന് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെ അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും സന്ധ്യയ്ക്ക് പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങളുമായി കിഴക്കേക്കാവ് വേല കുട്ടിക്കയറും. രാത്രിയോടെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഉത്സവാഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും.
30 പുലർച്ചെ വെള്ളാറ്റഞ്ഞൂർ എറക്കാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പൂരം തനിയാവർത്തനവും താലപ്പൊലിയും നടക്കും. രാവിലെ നടക്കുന്ന പരമ്പരാഗത താന്ത്രിക ചടങ്ങുകളോടെയുള്ള ഗുരുതി പൂജയ്ക്ക് ശേഷം പൂരമഹോത്സവം സമാപിക്കും. 31-ാം തീയതി ക്ഷേത്ര ഉപദേവനായ ഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി ശ്രീനിവാസ അയ്യർ തുടങ്ങിയവർ കാർമ്മികരാകും. പറയെടുപ്പിന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്മാത്ത്, KS ബാബു, TP അജിത് കുമാർ, പ്രമോദ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവത്ര അത്താണി ഗ്രാമക്കുളം ശ്രീ കാർത്തിയേനി ഭഗവതി മഹാബ്രഹ്മരക്ഷസ ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിന് കൊടികയറി. ക്ഷേത്രം തന്ത്രി വെള്ളത്തിട്ട് കിഴക്കേടത്തുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം കൊടിയുയർത്തി. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് V ദേവദാസ്, സെക്രട്ടറി KK രാധാകൃഷ്ണൻ, ട്രഷറർ KA ശശിധരൻ, TV ആനന്ദ്, AA ഹരിചന്ദ്രൻ, VV സജീവൻ തുടങ്ങി ഭരണസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ദിവസവും ചുറ്റുവിളക്ക്, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. ഫെബ്രുവരി 3-നാണ് പൂരാഘോഷം. ഗുരുവായൂർ ക്ഷേത്ര ധ്വജസ്തംഭ ദിനാചരണത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. അതിരുദ്ര യജ്ഞാചാര്യൻ കീഴിയേടം രാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ R നാരായണൻ സെമിനാർ നയിച്ചു. സെക്രട്ടറി അനിൽ കല്ലാറ്റ് ധ്വജപ്രതിഷ്ഠാദിന സന്ദേശം നൽകി. ബാലൻ വാറനാട്ട്, നിർമ്മല നായ്ക്കത്ത്, ശശി കൊടമന, ജയറാം ആലക്കൽ, ശ്രീധരൻ മാമ്പുഴ, M ശ്രീനാരായണൻ, രാധാമണി ചാത്തനാത്ത്, രവി വട്ടരങ്ങത്ത്, കാർത്തിക കോമത്ത് എന്നിവർ സംസാരിച്ചു. വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പോർക്കുളം യൂണിറ്റിന്റെ 34-ാം വാർഷിക സമ്മേളനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KB തമ്പി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ പ്രിയ ഹരികുമാർ മുഖ്യാതിഥിയായി. ജോയിന്റ് സെക്രട്ടറി TK ബാലൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി K ചന്ദ്രമോഹൻ സംഘടനാ റിപ്പോർട്ടും, യൂണിറ്റ് സെക്രട്ടറി സയ്യദ് ഹാരിസ് വാർഷിക റിപ്പോർട്ടും, ട്രഷറർ ഷാജി K ജോർജ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. തുടർന്ന് ചർച്ചയുമുണ്ടായി. പ്രൊഫസർ K ജയനാരായണൻ, സയ്യദ് നസീർ ഹുസൈൻ, CV ബെന്നി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി മേജോ ബ്രൈറ്റ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് CN ശ്രീധരക്കുറുപ്പ്, സെക്രട്ടറി PV ചാക്കോച്ചൻ എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നും കലാപരിപാടികളും ഉണ്ടായി. പുന്നേർകുളം GM LP സ്കൂളിൽ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉപ്പുങ്ങൽ പാടശേഖരത്തിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു. ഞാറുനടിയിൽ നേരിൽ മനസ്സിലാക്കുന്നതിനും പരിശീലിക്കുവാനും കുട്ടികൾക്ക് അവസരം ലഭിച്ചു. കൃഷിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും കർഷകൻ കബീർ വിശദീകരിച്ചു. പ്രധാന അധ്യാപകൻ VA ഫസലുർ റഹ്മാൻ, അധ്യാപകർ തുടങ്ങിയവർ പഠനയാത്രാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ KG കോൺവെക്കേഷനും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആനി വിനു അധ്യക്ഷത വഹിച്ചു. തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K പ്രസാദ്, തൃത്താല BPC P ദേവരാജ്, PTA പ്രസിഡന്റ് VS ശിവാസ് എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് റാങ്ക് നേടിയവർ, മെറിറ്റ് ഡേ അവാർഡ് ജേതാക്കൾ, ക്ലാസ് ടോപ്പേഴ്സ്, ടാലന്റ് ടെസ്റ്റിൽ മികവ് തെളിയിച്ചവർ എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. വിദ്യാർത്ഥികൾ നിർമ്മിച്ച ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ ക്ഷീരസാഗര പദ്ധതിയുടെ ഭാഗമായി കറവ പശുക്കൾക്കുള്ള ധാതുലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു. 96 ഗുണഭോക്താക്കൾക്കായി 1 ലക്ഷം രൂപയുടെ കിറ്റാണ് വിതരണം ചെയ്തത്. 102 ഗുണഭോക്താക്കൾക്ക് കാലിത്തീറ്റയും നൽകി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് വെറ്റിനറി സർജൻ ഡോക്ടർ CR പ്രശാന്ത് പദ്ധതി വിശദീകരണം നടത്തി. വെറ്റിനറി സർജൻമാരായ ഡോക്ടർ K വിവേക്, ഡോക്ടർ TS രജിത, സ്ഥിരം സമിതി അധ്യക്ഷ ഷാനി റിജി, കൌൺസിലർമാരായ ചന്ദ്ര രാമകൃഷ്ണൻ, KN രാമചന്ദ്രൻ, സുഷ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദേശീയ AI പരിശീലന പരിപാടി സമാപിച്ചു. എനർജി എവിഷൻ LLM മോഡൽ ഡിപ്ലോയ്മെന്റ് ഓൺ
എഡ്ജ് ആൻഡ് ക്ലൗഡ് എന്ന വിഷയത്തിൽ നടന്ന ദേശീയതല പരിശീലന പരിപാടിക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രത്യേക ഗ്രാന്റായി 1 ലക്ഷം രൂപ ലഭിച്ചത് പ്രോഗ്രാം കോർഡിനേറ്ററും AI വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ അമൽ തോമസിനാണ്. ജനുവരി 19-ന് വിഷൻ ഡിജിറ്റൽ ഇന്ത്യ ചെയർമാൻ ഡോക്ടർ ഹരികൃഷ്ണ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ P. സുരേഷ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഷിനോജ് ചെറുവത്തൂർ, ഡോക്ടർ മനു MR, രതീഷ് തെക്കേവീട്ടിൽ തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജനുവരി 24-ന് നടന്ന സമാപന സമ്മേളനത്തിൽ IISC ബാംഗ്ലൂരിലെ ഡോക്ടർ ശ്രീനിവാസ് മധുസൂദനൻ മുഖ്യാതിഥിയായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 16,395 രൂപ, പവന് 1,31,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 410 രൂപ. ചരമം എരുമപ്പെട്ടി കുട്ടഞ്ചേരി മേലേപുരയ്ക്കൽ സാവത്രി നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം പുണ്യതീരത്ത് നടത്തും. പരേതനായ ബാലചന്ദ്രൻ ഭർത്താവും ബിന്ദു, വിനോദ്, വിനീത് എന്നിവർ മക്കളുമാണ്. ചാലിശ്ശേരി പെരുമണ്ണൂർ തലക്കൂട്ടുകര വീട്ടിൽ പരേതനായ വറീദ് മകൻ രാജൻ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം പെരുമണ്ണൂർ സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിൽ നടത്തി. ജാൻസിയാണ് ഭാര്യ. കിഷോർ, ക്ലീറ്റസ്, ക്ലിന്നി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.